ഹായ്, രശ്മീസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ പ്ലം കേക്കിനായി കറുത്ത മുന്തിരിയാണ് അരക്കപ്പ് എടുത്തിരിക്കുന്നത്. കറുത്ത മുന്തിരി കുരുവില്ലാത്ത കറുത്ത മുന്തിരിയാണ്, ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ അരക്കപ്പ് ഈത്തപ്പഴം ചെറുതായി അരിഞ്ഞെടുത്തതാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി, 1 ടേബിൾ സ്പൂൺ കാഷ്യൂ, 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ കിസ്മിസ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറി, അത് ചെറുതായി അരിഞ്ഞതാണ്. ട്രഡീഷണൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് റമ്മിൽ 2 ആഴ്ചയോളം ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഞാനിവിടെ റമ്മിന് പകരം ഓറഞ്ച് ജ്യൂസാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് അരമണിക്കൂറോളം മാത്രമേ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഡേറ്റ്സ്, അതായത് ഈത്തപ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കാൻ പാടില്ല, കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം എടുക്കേണ്ടത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പ്ലം കേക്ക്, ക്രിസ്മസ് കേക്ക് എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിട്ടുള്ള ആ പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മുടെ ഇന്നത്തെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പ്ലം കേക്കിന് ആ ഒരു ടേസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടാറേ ഇല്ല. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കേക്കിന് സാധാരണ ചെയ്യുന്ന പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് വേണം ഈ പഞ്ചസാര കരിച്ചെടുക്കേണ്ടത്. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല, ആ ഒരു ഡാർക്ക്നെസ് ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ്, ആ കളർ വന്നതിന് ശേഷമാണ് നമ്മൾ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നന്നായി പതഞ്ഞിട്ടുണ്ടാവും. നല്ല പത വന്ന് അത് നല്ല ഡാർക്കായി വരുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് ആ ഒരു പതഞ്ഞ് വരാത്തത്. അപ്പോൾ ആ കളറൊന്ന് നോക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഈ സമയത്ത് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ദൂരെ നിന്ന് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് തെറിക്കാൻ സാധ്യത കൂടുതലാണ്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രാമ്പു ഒരു 5 6 ചെറിയ ഗ്രാമ്പു ആണെങ്കിൽ 5 എണ്ണം എടുക്കാം. അപ്പോൾ ആ ഗ്രാമ്പു എടുക്കണം, അതും കൂടെ ഇട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലം കേക്ക് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇതും കൂടെ ഇട്ട് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ബട്ടർ എടുത്തിട്ടുണ്ട്. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 50 ഗ്രാം ബട്ടർ മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. 50 ഗ്രാം ബട്ടറും അതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ബീറ്റർ ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല, വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് ആയാലും മതി. നന്നായൊന്ന് മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബട്ടർ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷമാണ് നമ്മുടെ പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നത്.
ബട്ടറും പഞ്ചസാരയും നന്നായി മിക്സ് ആയതിന് ശേഷം അതിലേക്ക് നമുക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയും കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മിക്സ് കാണാൻ നന്നായി ഡാർക്ക് കളറായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. കൂടുതലായി ഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലത്തെ വെള്ള കളർ അതിലേക്ക് വരും. അപ്പോൾ നമ്മുടെ കേക്കിനൊരു കയ്പ്പ് രസമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഓറഞ്ച് നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. കൂടുതലായൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അല്ലെ അതിൽ താഴെ ആയാലും മതി. ഇനി നമ്മുടെ എഗ്ഗ് മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിരിക്കണം ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട്. ആദ്യം ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഈ ബാറ്റർ ലൂസാവാതെ നോക്കണം, അതുകൊണ്ടാണ് ജ്യൂസ് നോക്കി ചേർത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. ഈ ബാറ്റർ ലൂസാവാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ താഴെ കിടന്നു പോവും ബാറ്റർ ലൂസായെങ്കിൽ. അപ്പോൾ ബാക്കിയുള്ള ജ്യൂസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ നേരത്തെ സോക്ക് ചെയ്യാതെ മാറ്റി വെച്ച കാഷ്യൂ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാനാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലുള്ള പ്ലം കേക്കിൻ്റെ ഡിസ്പോസിബിൾ ട്രേ ഉണ്ടാവും. അത് വാങ്ങിച്ചാൽ മതി, കേക്ക് കടയിലൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സാധാരണ ബേക്കിംഗ് ട്രേയിലാണ് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഞാനിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. കുക്കറിൽ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓവനിലാണ് ഞാൻ ഈ പ്ലം കേക്ക് ബേക്ക് ചെയ്യുന്നത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ എയർ ബബിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കാഷ്യൂവും നമ്മുടെ നേരത്തെ ഗ്രേപ്സും വെച്ച് അലങ്കരിക്കുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ ചെയ്യാം. നമ്മുടെ പ്ലം കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിറയെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ബേക്കിംഗ് ടൈം സാധാരണയുള്ളൊരു കേക്കിൻ്റെ ബേക്ക് ടൈം പോരാ. നമ്മുടെ സാധാരണ ഒരു 30-35 മിനിറ്റ് ആണ് ഓവനിൽ വെക്കുന്നത്. ഇതിൽ 40 മിനിറ്റ് 45 മിനിറ്റ് വേണം. അതുപോലെ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 1 മണിക്കൂർ ബേക്കിംഗ് ടൈം ആവശ്യമാണ്. കുത്തി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ 150 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഇവിടെ 40 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ട്രേയിൽ നിന്ന് മാറ്റാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ കേക്കിന് എപ്പോഴും ടേസ്റ്റ് വരുന്നത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. നമുക്കറിയാം, ബേക്കറിയിൽ നിന്ന് നമുക്കൊരിക്കലും അന്ന് തന്നെ ബേക്ക് ചെയ്ത കേക്ക് കിട്ടാറില്ല. അപ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എല്ലാവരും പിറ്റേ ദിവസം, ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിച്ചു നോക്കിയാൽ അതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ കേക്കിന് കൃത്യമായ അളവുകൾ ഫോളോ ചെയ്താൽ മാത്രമേ നല്ലൊരു കേക്ക് റെസിപ്പി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കേക്ക്സിൻ്റെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എത്തിയിട്ടുണ്ട്. അല്ലാതെ താണു പോവോ ഒന്നും നിന്നിട്ടില്ല. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്